ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഭീകരമായിട്ടുള്ള ഫോളാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് അല്ലേ? അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വീക്കിലി ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഈ കാണുന്നത്. ഈ ട്രെൻഡ് ലൈനൊക്കെ മറന്നേരെ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ അത് മായ്ക്കാത്തതിൻ്റെ കാര്യം പിറ്റേ രണ്ടാമത് വരയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ സമയം വെറുതെ കളയണ്ടായല്ലോ. അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അതിനു മുന്നേ കഴിഞ്ഞ 5 മാസമായിട്ട് നിഫ്റ്റിയുടെ ചരിത്രത്തിൽ വളരെ 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 വർഷങ്ങൾക്ക് ശേഷം 5 മാസം അടുപ്പിച്ച് നിഫ്റ്റി റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ചാർട്ട് പുറത്ത് നോക്കുമ്പോൾ 96 അടുപ്പിച്ച് 5 ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അതും ചെറിയ ക്യാൻഡിലുകളാണ്, വലിയ 1000 1500 പോയിൻ്റൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഏകദേശം 26,000 നിന്ന് ഏകദേശം 26,000 നിന്ന് ഇപ്പം ഏകദേശം 22,000 വന്നു. 4,000 പോയിൻറ്റിൻ്റെ വീഴ്ച ആണ് നിഫ്റ്റി നിലവിൽ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടെങ്കിലും ഇത് തീരും എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ചിലപ്പം ഒരു പക്ഷെങ്കിൽ തിരിച്ചു പോവാം. അപ്പം ഇന്ന് ഇതിനുള്ള വഴിമരുന്നിട്ടത് അറിയാമല്ലോ ആരാണ്? നമ്മുടെ ട്രംപ് അണ്ണനാണ്. ട്രംപ് അണ്ണനാണ് നാശകോശത്തിനെല്ലാം കാരണം മാർക്കറ്റിലെ ഒരു ടാക്സിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ടാക്സ് ഹൈക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഭീതി മാർക്കറ്റിൽ നിൽക്കുന്നു. ഇന്ത്യയുടെ കാര്യം ഇതുവരായിട്ട് മിണ്ടിയിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് പുള്ളി പല കാര്യങ്ങളും ഇന്ത്യക്കെതിരെ പറയുന്നുണ്ടെങ്കിലും ടാക്സിൻ്റെ കാര്യത്തിൽ, ഇപ്പം മെക്സിക്കോയുടെ കാര്യത്തിലായാലും കാനഡയുടെ കാര്യത്തിലായാലും ചൈനയുടെ കാര്യത്തിലായാലും എല്ലാം ക്ലിയറായിട്ടൊരു ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ കാര്യം ഇതുവരെയായിട്ടും അണ്ണൻ ഒരു കാര്യം മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റിനൊരു ഭീതിയുണ്ട്. അപ്പോൾ എത്ര നാൾ ഈ ഭീതി ഇങ്ങനെ നിൽക്കും? ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഇപ്പം ഓൾറെഡി അനലിസ്റ്റുകൾ പറയുന്നത് മാർക്കറ്റ് ഓൾറെഡി ഡൈജസ്റ്റ് ആയി. ഓക്കെ, ഇങ്ങനൊരു താരിഫ് വരും എന്നുള്ളത് ഉറപ്പായി. അതുകൊണ്ട് ഓൾറെഡി മാർക്കറ്റ് ഡൈജസ്റ്റ് ആയി എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയും വന്നാലും ഭീകരമായിട്ട് വീഴത്തില്ല എന്നും അവർ പറയുന്നു. കണ്ടറിയാം വീഴുവോ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് ഏകദേശം 4,000 പോയിൻറ്റിൻ്റെ ഫോൾ ഓൾറെഡി കഴിഞ്ഞ് 26,300 റേഞ്ചിൽ നിന്ന് ഏകദേശം 21,000 വരെ 22,000 വരെ ഓൾറെഡി മാർക്കറ്റ് അടുത്തടുപ്പിച്ച് വന്നു. അപ്പം 4,000 പോയിൻറ്റിൻ്റെ ഫോള് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകും? നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഓക്കെ, ഒരു വെരി ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പം ഇത് എന്താ സൂചിപ്പിക്കുന്നത്? ഇത് നല്ല ഒരു സെല്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇനി ഫർദർ ഫോൾ വരും എന്നാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മന്ത്ലിയെ മാറ്റി നമുക്ക് ഡേ ക്യാൻഡിൽ എന്നാക്കാം. ഡേ ക്യാൻഡിൽ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ച ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. 1 ഇത് 2 ഇത് 3 ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ 3 ട്രെൻഡ് ലൈൻ നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റിയുടെ പിന്നെ ഡേ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഈ ഡേ ചാർട്ട് മാത്രമല്ല, രണ്ടാമത്തെ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ശരിക്കും ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇതുപോലുള്ള ഒരു സിമിലർ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. ഇത് ഈ ക്യാൻഡിൽ കണ്ട ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇതുപോലൊരു സിമിലർ ഏകദേശം ഓൾമോസ്റ്റ് ഒരു സിമിലർ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അപ്പം നിഫ്റ്റി ഈ റേഞ്ചിലോട്ട് വന്നപ്പം അതിൻ്റെ അടുത്ത ദിവസം ശക്തമായൊരു പുൾ ബാക്ക്, ഓക്കെ, ഒരു തിരിച്ച് കയറ്റം, ഒരു റീബൗണ്ട് ഇവിടെ ഉണ്ടായതായിട്ട് കാണാം. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മളുടെ അപ്പർ ട്രെൻഡ് ലൈനിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു, അല്ല ടച്ച് ചെയ്ത് തിരിച്ച് വന്നു, അവിടം വരെ പോയി. ഏകദേശം ഇവിടുന്ന് 24,000 ടു 1,000 പോയിൻറ്റിൻ്റെ റാലി ഇവിടുന്ന് മോളോട്ട് നിഫ്റ്റി നടത്തി. ഓക്കെ, ഈ ഒരു സിനാരിയോയിൽ അടുത്തൊരു സിനാരി നോക്കാം. നോക്കുക, അടുത്ത സിനാരി ഇതുപോലെ തന്നെ സിമിലറായിട്ടുള്ളൊരു
ഒരു പാറ്റേൺ ആണ് അല്ലേ, ഒരു സിമിലർ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്, ഡേ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോഴും മാർക്കറ്റ് എന്ത് സംഭവിച്ചു, ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പോടുകൂടെ മാർക്കറ്റ് ഡോജി ഉണ്ടാക്കി. അതിന് 2 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്തു. മൂന്ന് ദിവസം കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം ഒരു റീടെസ്റ്റ് ചെയ്ത് നടത്തി മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മേലോട്ട് പോയി ഒരു 10-700 പോയിൻറ്റോളം മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും റാലി ചെയ്തു. ഇത് സീൻ നമ്പർ 1, സീൻ നമ്പർ 2. അടുത്ത സീൻ നമ്പർ 3. ഇത് ഇവിടെ നോക്കിക്കേ. ഇതും ഇതുപോലെ ഏകദേശം ഒരു സിമിലർ പാറ്റേൺ ആണ്. ഇവിടെയും ഇതുപോലെ മാർക്കറ്റ് വന്നപ്പം ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ടെൻഡൻസി കാണിച്ചു. വീണ്ടും ഇവിടെ നിന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് തിരിച്ച് ഒരു 1000 പോയിൻറ്റ് മേലോട്ട് കയറി. അങ്ങനെയെങ്കിൽ 1, 2, 3 സംഭവം ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അല്ല ഇവിടെ കൂടെ വേണമെങ്കിൽ നോക്കാം. ഇത് വേണമെങ്കിൽ 4ാമത്തെ സംഭവമായിട്ട് വേണമെങ്കിൽ ഇത് കൂട്ടാം. ഈ ഒരു ക്യാൻഡലിനെ കൂട്ടാം. ഇതുകൊണ്ട് ഇവിടെയും ഈ ഒരു ക്യാൻഡലിനെ കൂട്ടാം. എപ്പോഴൊക്കെ അപ്പോൾ 1, 2, 3, 4, 5 സിനാരിയോ ആയി ഇല്ലേ. ചെറുതും വലുതും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ 5 സിനാരിയോ ഓൾറെഡി ആയി. എപ്പോഴൊക്കെ ഈ ട്രെൻഡ് ലൈനിൽ വരുന്നു അപ്പോഴൊക്കെ മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, അങ്ങനെയെങ്കിൽ നാളത്തെ ചോദ്യം, തിങ്കളാഴ്ച മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പോട് കൂടെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോ വെച്ചിട്ട്, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളുടെ ഡൗ ജോൺസ് അമേരിക്കൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഏകദേശം ഡൗ ജോൺസ് 600 പോയിൻറ്റും വേണേൽ ഞാൻ നോക്കി കാണിച്ചു തരാം. ഏകദേശം ഡൗ ജോൺസ് എത്രയാണ്, 600 പോയിൻറ്റും, നാസ്ഡാക്ക് 300 പോയിൻറ്റും, S&P ഏകദേശം 90 പോയിൻറ്റും അപ്പിലാണ് സംഭവം ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമ്മുടെ മിഡ് ക്യാപ്പ് നിഫ്റ്റിയും പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. മിഡ് ക്യാപ്പ് ഇതിങ്ങനെ നോക്കിയാൽ മനസ്സിലാകത്തില്ല നിങ്ങൾക്ക്. 5 മിനിറ്റിന് ഞാനിട്ട് നോക്കി അറിയത്തുള്ളൂ. ഇതാ നോക്ക്, മിഡ് ക്യാപ്പ് അല്ല, നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി തിരിച്ച് ക്ലോസ് ചെയ്തേക്കുന്നത് 22,360 നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 22,124 ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് 360. ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതിൽ 150 പോയിൻറ്റ് നമുക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ തുടക്കമായതുകൊണ്ട് ആ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തന്നെ ഒരു 100 പോയിൻറ്റിന് മേളിലുള്ളൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിലവിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. 100 പോയിൻറ്റിനുള്ള ഗ്യാപ്പ് അപ്പ് കാണുന്നുണ്ട്. ഇന്ന് രാത്രി നാളെയും കൂടെ അണ്ണൻ തുറന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കലുഷിതമായ വാക്കുകളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തും സംഭവിക്കാം. ഇനി 2 ദിവസമുണ്ട്, 2 രാത്രികളുണ്ട്. ഇന്ന് രാത്രിയുണ്ട്, നാളെ രാത്രിയുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പുള്ളിക്ക് ഇരിക്കുന്നതിനിടയിൽ പിന്നെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പടലിക്കായിരിക്കും അത് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് മാത്രമല്ല, ഇന്നലെ സെലൻസ്കി ആയിട്ടുള്ള ചർച്ച അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആക്ച്വലി ബാധിക്കാൻ പോകുന്ന കമ്മോഡിറ്റി മാർക്കറ്റിനെ അത് ബാധിക്കാൻ പോകത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിനെ അത് ബാധിക്കാൻ പോകും, F&O മാർക്കറ്റിനെ അത് ബാധിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അത് ഫാക്റ്റഡ് ആണ് മാർക്കറ്റിൽ അങ്ങനെ ഒരു സെർട്ടനിറ്റി, ഒരു സംഭവം ഓൾറെഡി ഉള്ളതാണ് ഇല്ലേ. അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിപ്പം ഒരു പീസ് സ്റ്റോക്ക് നടന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ പീസ് സ്റ്റോക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ആസ് ഓഫ് നൗ അവിടെ വേറെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം നിലവിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഓക്കെ, നമുക്കിനിയും തിരിച്ച് നമ്മുടെ സിനാരിയോയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് സിനാരിയോ, പഴയ സംഗതികളൊക്കെ വെച്ച് നമ്മൾ ആറ്റിക്കുറുക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ചാർട്ടുകൾ പറയുന്നത് ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ഓൾറെഡി US മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടിയാൽ മാർക്കറ്റ് അടുത്ത ലക്ഷ്യം നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. അത് ഏകദേശം 23,000 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. 1,000 പോയിൻ്റ് റാലിക്കുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ മാത്രം പറയുന്നു. ഇത് വേറെ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻസും പ്രൈസ് ആക്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഓക്കെ, നാളെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളാരും എന്നെ പൊങ്കാല ഇടരുത് എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു റീബൗണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത്
വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, കോശി പറയുന്ന പോലെ കോശി നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ലെവലുകൾ നമുക്ക് നോക്കാം. ഇൻട്രാഡേ ലെവലുകൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നിലവിൽ മാർക്കറ്റ് കറക്റ്റായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് ഇല്ലേ? ഇവിടെ സപ്പോർട്ട് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വരയ്ക്കാനുള്ള ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ലൈനെല്ലാം തൂത്ത് കളഞ്ഞു, പഴയ ലൈനെല്ലാം മാറ്റി കേട്ടോ. നമുക്ക് ഒരു വരയ്ക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമുക്ക് ഒരു ലൈൻ എന്ന് പറയാനുള്ളത് അതുകൊണ്ട് ഇതാണ് ഒരു ലൈൻ. ഒരു ഫസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു നമ്മുടെ റേഞ്ച് ഓക്കെ, നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് റേഞ്ച് ഇതാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ, ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 22,294 ഒന്നിത് ഇതാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉള്ളത്. ഓക്കെ, അത് ഗ്രീൻ ആക്കാം. എന്തുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ടുണ്ട്, പ്രീവിയസ്ലി അവിടെ പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനവിടെ വരയ്ക്കുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈ തന്നെ വരയ്ക്കാം. ഈ ഹൈ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രീവിയസ്ലി സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. 15 മിനിറ്റോട് മാറ്റി നോക്കാം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഒന്നും കാണാനില്ല. അവിടെ 1 അവറിലോട്ട് മാറ്റി നോക്കാം, അവിടെ എങ്ങും ഒന്നും കാണാനില്ല. 2 അവറിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഇങ്ങനെ നമ്മൾ ചാർട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല, അവിടെ അങ്ങൊന്നും കാണാനില്ല. മാർക്കറ്റ് മുകളിൽ നിന്ന് പൊട്ടി വീഴുന്ന മാർക്കറ്റ് അല്ലെ, പിന്നെ നമുക്ക് പുറകോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇതിനെ എന്തായാലും ഈ ഒരു ഹൈയെ നമുക്കങ്ങനെ കൺസിഡർ ചെയ്യാം, അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തത് നമുക്ക് ഉള്ളതെന്ന് പറയാൻ ഒരു സംഭവം നമ്മൾ കിടന്ന് കട്ട് ചെയ്ത് കളയട്ടെ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ദൈത കണ്ട നോക്കിയാൽ നിങ്ങൾ നോക്കിക്കേ, എന്ത് ക്ലിയറാണ് നോക്കിക്കുക. അത് ഈ ലൈൻ ഓക്കെ, 1, 2, 3, 4 പല പ്രാവശ്യമുള്ള റെസിസ്റ്റൻസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ നമുക്കൊരു വരച്ചിട്ടേക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനെയും കൂടെ വരയ്ക്കാം. അതാ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്? എന്തുകൊണ്ട് വരയ്ക്കുന്നത് നോക്കി ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാ നോക്കി, 1 പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട്, അങ്ങനെ പല പ്രാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് വരച്ചത്. ഓക്കെ, തൽക്കാലം 22,620. പിന്നെ അടുത്തതോ ഇവിടെ ഒരു ഗ്യാപ്പപ്പാണ്. ഗ്യാപ്പപ്പിന് ശേഷം ഇതാ നോക്കിക്കേ, ഈ ഒരു പോയിന്റ്. ഇതൊക്കെ അടുത്താഴ്ചത്തേക്കുള്ള നാളെ സംഭവിക്കുന്നുള്ളതല്ല, തിങ്കളാഴ്ച സംഭവിക്കുന്നുള്ളതല്ല ഈ പറയുന്നത്, അതിന് മുന്നേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഗ്രീൻ ആക്കണം. അപ്പോൾ കൂടുതൽ ഞാൻ വരയ്ക്കുന്നില്ല. കൂടുതൽ വരച്ച് നിങ്ങളെ ആശയ്ക്ക് എന്താ പറയുക, ആശ തരുന്നില്ല. ഓക്കെ, തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ. ഇത് വേണമെങ്കിൽ ഇവിടെ 22,300, 442, 150 പോയിന്റ്. ഓക്കെ, അത് അത്ര തന്നെ നിൽക്കട്ടെ. വേണമെങ്കിൽ രണ്ട് ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, വേണ്ട അവിടെ കിടന്നോട്ടെ, നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലിടുന്നതാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലിരുന്നാൽ മതി. ചിലപ്പോൾ നല്ല ഗ്യാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അതിനുശേഷം താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സപ്പോർട്ട് ട്രെൻഡ് ലൈനാണെന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് 22,127 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് താഴോട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലൈന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. ഓക്കെ, ഈ ലൈന് സപ്പോർട്ട് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കുന്നില്ല. ഓക്കെ, താഴോട്ട് ഞാൻ ഒരു ആരോ പോലും ഇടുന്നില്ല. ഇതിന് താഴോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് ഞാൻ വരയ്ക്കുന്നൊന്നുമില്ല. 22,100 അല്ലേ, നമുക്കിവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കാൻ വരയ്ക്കുന്നില്ല. 22,000 വരെ അവിടെ കിടന്നോട്ടെ. ഇതിന് താഴെ പോവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നമ്മൾ നോക്കാം. അഥവാ നമുക്ക് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ വരയ്ക്കാം. 22,800 എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കുമെന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 അവർ ഇട്ട് നോക്കാം. എനിക്കൊരു പോയിന്റിന് വേണ്ടിയാണ് ഈ 2 അവർ ഇടുന്നത് കേട്ടോ.
ഒരു പോയിന്റ് കിട്ടാനുള്ളതുകൊണ്ട് ഇതാ ഒരു പോയിന്റ്. ഇതാ ഒരു പോയിന്റ്. എങ്ങനെയാണ് പോയിന്റ് കണ്ടുപിടിച്ചേ? ഞാൻ ഈ ലൈനെ നിങ്ങൾ നല്ല ശ്രദ്ധിച്ചാൽ മതി. ലൈനിൽ ഇത് കണ്ടോ, 1 2 3 ഈ പല പ്രാവശ്യം കൂടെ പല പ്രാവശ്യം കൂടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ലൈനോടെ അങ്ങനെ വരച്ചത്. അവിടെ കിടക്കട്ടെ. എനിക്ക് വരയ്ക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല, എങ്കിലും വരയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല അവിടെ വരയ്ക്കണമെന്നുള്ള കാര്യം. അപ്പോൾ ഈ സാധനം ഇങ്ങോട്ട് ഇങ്ങനെയിരിക്കട്ടെ, ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പോയിട്ട് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കാം. ചാടി കയറി ഞാൻ ഇവിടെ എന്താ ആരം ഇടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരം ഇട്ടാൽ നിങ്ങൾ ചാടി കയറി എടുക്കും. അതുകൊണ്ടാണ് ഈ ചാരം ഇടാത്തത്. ഇവിടെ ഇങ്ങനൊരു സിനാരി എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു സിനാരി എപ്പോഴാണ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി തിരിച്ചു വരുമോ, അല്ല ഇവിടെ തട്ടി തിരിച്ചു വരുമോ ചെയ്താൽ, തട്ടി തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല പകുതി വരെ പോയിട്ട് ഇവിടെ വന്ന് ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. അല്ലാതെ ചാടി ഒറ്റയടിക്കും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്തായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 പോയിന്റ് മുകളോട്ട്, ഇത് നമ്മുടെ റേഞ്ച്, മുകളോട്ട് നമുക്ക് ഇതാ ഇങ്ങനെ. ഓക്കെ, മുകളോട്ട് 1 2 3 4. ഈ 4 റേഞ്ച് തൽക്കാലം നിൽക്കട്ടെ. ഇതാണിപ്പോൾ നമുക്ക് മേലോട്ട് പറയാനുള്ളത്, ഇൻട്രാഡേ ലെവലിൽ പറയാനുള്ളത്. അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ട്രെൻഡ് ലൈനാണ് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ കൺഫർമേഷൻ 22,000 ആണ്. 22,000 താഴെ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിവാരം നോക്കിയാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവിടുന്ന് നേരെ തിരിച്ച് റീബൗണ്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്ത് 22,216 കടന്ന് 22,300 കടന്നാൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി പ്രതീക്ഷിക്കാം. 22,448 കടന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് നോക്കണ്ട, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പറക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ തന്നെ സംഭവിക്കുകയോ ഇല്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ വിചാരങ്ങളല്ലല്ലോ മാർക്കറ്റിൻ്റെ വിചാരങ്ങൾ. അപ്പം എന്തായാലും ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക, മാർക്കറ്റിനെ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അടുത്ത ദിവസങ്ങൾ മുതൽ മാർച്ചിലെ കോൺട്രാക്റ്റ് ആരംഭിക്കുകയാണ്. മാർച്ച് 1 മുതൽ ഈ മാസമെങ്കിലും നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ന്യായം പാലിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ മാസം പലരും ന്യായം പാലിച്ച് അവരുടെ ഈ മാസത്തെ പോർട്ട്ഫോളിയോ ഗ്രീനിലാക്കി എന്ന് പറഞ്ഞ് പലരും സ്ക്രീൻഷോട്ട് അയച്ച് പബ്ലിക്കായിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിട്ടു. അല്ലാതെ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നു. അപ്പം കൊള്ളാം, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളത് കീപ്പ് ഇറ്റ് അപ്പ്. അപ്പം നിങ്ങളൂടെ അത് ചെയ്യാത്തവരൂടെ ഈ മാർച്ച് മാസം വളരെ അച്ചടക്കത്തോടെ സംയമനത്തോടെ പതിയെ ട്രേഡ് ചെയ്ത് നിങ്ങൾ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. ന്യായം കൃത്യമായിട്ട് പാലിച്ച് ട്രേഡ് ഉള്ളപ്പം മാത്രം എടുക്കുക. നമ്മുടെ സെറ്റപ്പിലോട്ട് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. നമുക്ക് ട്രേഡ് ഉള്ളപ്പം മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ, ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കാതെ മാർക്കറ്റ് വെറുതെ വാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല വൃത്തിയായിട്ട് വിജയിക്കാൻ പറ്റും. അങ്ങനെ വിജയിച്ച് നിങ്ങൾ ഒരു മാസം പച്ച കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആത്മവിശ്വാസം പിന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഓക്കെ, അതിന് എല്ലാവർക്കും സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ നമ്മളുടെ വീക്കിലി അനാലിസിസ് ഇവിടെ പര്യവസാനിക്കുന്നു. താങ്ക് യു ഓൾ.